Good evening, friends. Welcome back to Teen Zone once again. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ നമ്മൾ എവിടെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്? യെസ്, വി വെർ കണ്ടിന്യൂയിങ് വിത്ത് ദി ബൈബിൾ സ്റ്റഡീസ്. നിങ്ങളതൊക്കെ കേട്ടായിരുന്നോ? ഞങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തോ? ഓക്കെ, സോ വി ആർ ഗോയിങ് ഫോർവേഡ് വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്? ദൈവവചനത്തെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ഉടമ്പടികളെ പറ്റിയും. അപ്പോൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഞങ്ങളൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ദൈവവചനം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കീ ഉണ്ട്. ഏത് സംഗതിയും തുറക്കാനായിട്ടൊരു കീ ഉണ്ട് അല്ലേ? നമുക്കറിയാമല്ലോ അല്ലേ, ഈ മാസ്റ്റർ കീ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഗെയിംസ് കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കീ ഇട്ട് നിങ്ങൾ ആ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺലോക്ക് ചെയ്യും, പിന്നെ നമുക്കത് അതിൻ്റെ അകത്ത് കയറാൻ പറ്റും. അതുപോലെ ഈ ബൈബിളിൽ ദൈവവചനം മനസ്സിലാക്കുവാനുള്ള ഒരു കീ ഉണ്ട്, ഒരു ചാപ്റ്ററാണത്. അതേതാണെന്നറിയോ? ഇറ്റ് ഈസ് സാംസ് 119. സാംസ് 119. നിങ്ങളെപ്പോൾ ബൈബിള് വായിക്കാനോ പഠിക്കാനോ പ്രാർത്ഥിക്കാനോ തുടങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 3-4 വചനം നിങ്ങൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ട് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ദൈവവചനത്തിൻ്റെ സീക്രറ്റ്സ് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. ഓക്കെ, അതൊരു കീ ആണ്. ഒരു ടിപ്പ് പറഞ്ഞു തന്നതാണ്. ഓക്കെ, സോ വേർ വി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയെടുത്ത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്തായിരുന്നു അത്? നമ്മൾ കണ്ടു ബൈബിൾ ഈസ് എ കമ്പൈലേഷൻ ഓഫ് 2 covenants. One is the old covenant and the other one is new covenant. ഓൾഡ് കവനൻറ്റിൽ നമുക്ക് 46 പുസ്തകങ്ങളുണ്ട്. ന്യൂ കവനൻറ്റിലേക്ക് വരുമ്പം വി ഹാവ് 27 ബുക്സ്. അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് 73 ബുക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ലേ ആ കവനൻ്റ് ദൈവം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആദവുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എവിടെ വരെ വന്ന് നിന്നു? ഈശോയിലെത്തുമ്പോൾ അത് ദ യൂണിവേഴ്സൽ കവനൻറ്റ് ഓഫ് ഗോഡ് ടു മാൻകൈൻഡായി മാറി. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ വേറൊരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഓരോ കവനൻ്റ് ദൈവം ഉണ്ടാക്കുമ്പോഴും ദൈവം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കും, ദൈവം അതിനൊരു അടയാളം വെക്കും, ദൈവം അതിനൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. So whenever God establishes a covenant, there is a place which God chooses for that. There is a sign of the covenant and also there is a person through whom God establishes this covenant. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ കവനൻറ്റിലുള്ള ഈ 3 ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ വി വിൽ സീ ദാറ്റ് നൗ, ഹൗ ഗോഡ് ഡസ് ദാറ്റ്. അപ്പം നേരത്തെ പറഞ്ഞ കവനൻസിന് അങ്കിൾ പറഞ്ഞതുപോലെ 3 ഫാക്ടേഴ്സ് ഉണ്ട്. വൺ ഇസ് ദി പ്ലേസ്, ദി സൈൻ ആൻഡ് ദി പേഴ്സൺ. അപ്പോൾ ആദ്യത്തെ കവനൻറ്റ് നമുക്കറിയാം, ആദവും ഹവ്വയായിട്ടാണ് ദൈവം ഉണ്ടാക്കിയത്. വിത്ത് ആഡം ആൻഡ് ഈവ് എവിടെ വെച്ചാണ് ദൈവം ആ കവനൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ അല്ലേ? നമുക്കറിയാമല്ലോ അല്ലേ? ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ചിട്ടാണ് ദൈവം ആദവും ഹവ്വയെ സൃഷ്ടിക്കുന്നത്. അവരുമായിട്ടുള്ള കവനൻസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ദൈവം അവരുമായിട്ടുള്ള ആ ഒരു ഉടമ്പടി അവിടെ സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ അവരത് തെറ്റിക്കുമ്പോഴാണ് അതിൻ്റെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ കവനൻറ്റിൻ്റെ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ആഡമാണ്. അതിൻ്റെ മീഡിയേറ്റർ. പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗാർഡൻ ഓഫ് ഈഡൻ. അതിൻ്റെ സൈൻ എന്താണ്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ ആദ്യത്തെ 6 ദിവസം കഴിഞ്ഞിട്ട് God establishes the covenant on the 7th day. അത് it is the Sabbath. So Sabbath is the sign of the first covenant. പിന്നീട് the second covenant നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് ആരുമായിട്ടാണ്? It is with Noah. വലിയ ജലപ്രളയമൊക്കെ ഉണ്ടായ ശേഷം ദൈവം നോഹയെ മാത്രം തിരഞ്ഞെടുത്ത് നോഹയുടെ കുടുംബത്തെ മാത്രം ആ പെട്ടകത്തിൽ കയറ്റി ബാക്കിയുള്ള എല്ലാ ജന്തുക്കളെയൊക്കെ ഓരോ പേർ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് 40 ദിവസം കഴിയുമ്പം ബാക്കി എല്ലാം നശിച്ചു പോയി കഴിയുമ്പം നോഹയുമായിട്ട് ദൈവം ആ ജലപ്രളയത്തിന് ശേഷം ഒരു കവനൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ദ സെക്കൻഡ് കവനൻ്റ് ഈസ് എസ്റ്റാബ്ലിഷ് വിത്ത് നോവ. അതെവിടെയാണ് ആ സ്ഥലം? നിങ്ങൾക്ക് പറയാമോ ഏത് മലയുടെ മുകളിൽ വെച്ചാണ്? എല്ലാ കവനൻസും ഒരു മലയുടെ മുകളിലാണ് മിക്കവാറും ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം നോഹയായിട്ടുള്ള കവനൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അറാറാത്ത് എന്ന് പറയുന്ന ഒരു മൗണ്ടനിൽ വെച്ചാണ്. അതിൻ്റെ സൈൻ എന്താണ്? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. യെസ്, ഇറ്റ് ഈസ് ദ റെയിൻബോ. നമ്മൾ വായിച്ചിട്ടില്ലേ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ? അപ്പോൾ നോഹയായിട്ട് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കവനൻറ്റിൻ്റെ സൈനാണ് റെയിൻബോ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്ഥലമാണ് അറാറാത്ത് മൗണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് നോഹ കഴിഞ്ഞിട്ട് പിന്നെ ദൈവം ആരുമായിട്ടാണ് കവനൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? നോഹയുടെ സന്തതി പരമ്പരയിൽ നിന്ന് വരുന്നതാണ് എബ്രഹാം. എബ്രഹാമായിട്ട് ദൈവം എവിടെ വെച്ചാണ് ഈ കവനൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? എബ്രാഹത്തിൻ്റെ മകനായ ഐസക്കിനെ കൊല്ലാനായിട്ട് മോറിയ മലമുകളിൽ വെച്ച് ഐസക്കിനെ കൊല്ലാനായിട്ട് എബ്രാഹാം കത്തിയെടുത്ത് വെട്ടാൻ പോകുന്നതിന് മുമ്പേ ദൈവം പറയും സ്റ്റോപ്പ്. And God was so well pleased with Abraham that he established the covenant with Abraham and renews it one more time. അപ്പം
മൂന്നാമത്തെ കവനൻറ്റ് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ദ പേഴ്സൺ ഇസ് എബ്രഹാം, ദ പ്ലേസ് ഇസ് മോറിയ, മൗണ്ട് മോറിയ. അതിൻ്റെ അടയാളം എന്താ? ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞ ഒരു അടയാളമുണ്ട്. എന്താണ്? നിൻ്റെ സന്തതി പരമ്പരയിലുള്ള എല്ലാവരും പരിച്ഛേദനം ചെയ്യണം. സർക്കംസിഷൻ ഈസ് ദ സൈൻ ഓഫ് ദറ്റ് കവനൻറ്റ്. ഓക്കെ, അപ്പം അതാണ് മൂന്നാമത്തത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ജേക്കബിൻ്റെ സന്തതികളായ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ ജനത ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്ത് മോശയുടെ നേതൃത്വത്തിൽ പുറത്ത് കൊണ്ടുവന്നിട്ട് സീനായ് മലയിൽ വെച്ചിട്ട് ദൈവം ആ കവനൻറ്റ് റിന്യൂ ചെയ്യുന്നു. സോ ദ ഫോർത്ത് കവനൻറ്റ് ഗോഡ് എസ്റ്റാബ്ലിഷസ് വിത്ത് മോസസ് ഈസ് ദ പേഴ്സൺ വിച്ച് ഗോഡ് എസ്റ്റാബ്ലിഷസ്. സിനായ് ഈസ് ദ മൗണ്ട് ഓൺ വിച്ച് ഗോഡ് ഗിവ്സ് ദ കമാൻഡ്മെൻറ്റ്സ്. അതിൻ്റെ അടയാളം എന്താണ്? ഇറ്റ് ഈസ് ദ കമാൻഡ്മെൻറ്റ്സ്. അപ്പം ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കവനൻറ്റ് മോശയുമായിട്ട് സീനായ് മലയിൽ വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ അടയാളമായിട്ട് കൽപ്പനകൾ നൽകുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ദാവീദിലാണ് ദൈവം പിന്നെ ആ കവനൻറ്റ് റിന്യൂ ചെയ്യുന്നത്. ദാവീദിനെ നമ്മൾ സയൺ അല്ലേ, ദ മൗണ്ട് സയണിൽ വെച്ചിട്ടാണ് ദാവീദ് തൻ്റെ കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ദാവീദിൻ്റെ സന്തതിയായ സോളമൻ അവിടെ ടെമ്പിൾ പണിയുന്നു. അപ്പോൾ ദാറ്റ് ബിക്കംസ് ദ സൈൻ ആൻഡ് ഇറ്റ് ഇസ് ഡേവിഡ് ഹു ഇസ് ദ മീഡിയേറ്റർ ഓഫ് ദറ്റ് കവനൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് മൗണ്ട് സയൺ. പിന്നെ വെൻ ഇറ്റ് കംസ് ടു ജീസസ്, ദ ഫൈനൽ കവനൻറ്റ് അതെവിടെ വെച്ചാണ്? ഏത് മൗണ്ടാണ്? ഇറ്റ് ഈസ് മൗണ്ട് കാൽവറി. കാൽവരിയിൽ വെച്ച് മാനവകുലവുമായിട്ടുള്ള ഇറ്റേണൽ കവനൻറ്റ് ദൈവം നടത്തുന്നു. ആൻഡ് ഇറ്റ് ബിക്കംസ് ദ സൈൻ ഓഫ് വിച്ച് ബിക്കംസ് ദ ക്രോസ്. അങ്ങനെ ഈ പറയുന്ന എല്ലാ കവനൻസും ദൈവം ഒരു പ്ലേസ് തിരഞ്ഞെടുത്ത് ഒരു മീഡിയേറ്ററിലൂടെ ഒരു സൈനിലൂടെ നമ്മൾക്കെല്ലാം വെളിപ്പെടുത്തി തരികയാണ്. ഈച്ച് ടൈം ഇറ്റ് ബിക്കംസ് ബിഗർ ആൻഡ് ബെറ്റർ. Man was always unfaithful to God throughout these covenants. But God was always faithful to man and he made these covenants bigger and better each time. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെയാണ് ഇത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങൾ വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാനും അത് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ ദൈവം കവനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം അതിനൊരു സ്ഥലം തിരഞ്ഞെടുക്കും, അതിനൊരാളെ തിരഞ്ഞെടുക്കും, അതിനൊരു അടയാളം ഉണ്ടാവും. സോ വിൽ ഗോ ത്രൂ ദാറ്റ് വെരി ക്വിക്ക്ലി. ഓക്കെ, സോ ദ ഫസ്റ്റ് കവനൻറ്റ് ഗോഡ് എസ്റ്റാബ്ലിഷസ് വിത്ത് ആഡം. ആഡം ഇസ് ദ മീഡിയേറ്റർ ഓഫ് ദ കവനൻറ്റ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. അത് ഈഡൻ ഒരു മൗണ്ടനായിട്ട് നമുക്ക് പറയാം. എല്ലാ കവനൻസും ദൈവം മൗണ്ട് ഇതിൽ വെച്ചാണ് ചെയ്യുന്നത്. സോ ആഡം ഇസ് ദ മീഡിയേറ്റർ, ഈഡൻ ഇസ് ദ പ്ലേസ് ആൻഡ് സാബത്ത് ഈസ് ദി സൈൻ ഓഫ് ദറ്റ് കവനൻറ്റ്. സോ നെക്സ്റ്റ് വൺ വി നോ ആഫ്റ്റർ ആഡം ഗോഡ് റിന്യൂസ് ദ കവനൻറ്റ് വിത്ത് നോവ. നോഹ നമുക്കറിയാം, വെള്ളപ്പൊക്കമൊക്കെ വന്ന് നോഹയുടെ പേട്ടകം അറാറാത്ത് മൗണ്ടനിലെ മേളിൽ വന്നാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദെയർ ഗോഡ് എസ്റ്റാബ്ലിഷസ് ഹിസ് ന്യൂ കവനൻറ്റ് വിത്ത് നോവ. അപ്പോൾ അറാറാത്ത് ഇസ് ദ മൗണ്ട്, നോവ ഇസ് ദ മീഡിയേറ്റർ ആൻഡ് വാട്ട് ഇസ് ദ സൈൻ? ഇറ്റ് ഈസ് ദ റെയിൻബോ, നമുക്കറിയാവുന്ന പോലെ അല്ലേ. ദെൻ ഇറ്റ് കംസ് ടു ഏബ്രഹാം. നോഹയുടെ മക്കളിൽ നിന്ന് ഏബ്രഹാം ഉണ്ടാവുന്നു. ഏബ്രഹാമുമായിട്ട് ദൈവം മോറിയ മലയിൽ വെച്ച് ഗോഡ് എസ്റ്റാബ്ലിഷസ് ഹിസ് ദ റിന്യൂവൽ ഓഫ് ദറ്റ് കവനൻറ്റ്. അപ്പം ഏബ്രഹാം ഇസ് ദ മീഡിയേറ്റർ, മോറിയ ഇസ് ദ മൗണ്ട്. അതിൻ്റെ അടയാളം എന്താണ്? ഇറ്റ് ഈസ് സർക്കംസിഷൻ അല്ലേ, പരിച്ഛേദനം. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് വലിയൊരു ജനതയായിട്ട് ഇസ്രായേൽ ജനത മാറുന്നു. അവർ 430 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവരെ പുറത്തു കൊണ്ടുവരുന്നു. സീനായ് മലയിൽ വെച്ചിട്ട് ഗോഡ് റീഎസ്റ്റാബ്ലിഷസ് ദറ്റ് കവനൻറ്റ് ആൻഡ് ഗോഡ് ഗിവ്സ് ദം ദി കമാൻഡ്മെൻറ്റ്സ് വിച്ച് ബിക്കംസ് ദ സൈൻ ഓഫ് ദറ്റ് കവനൻറ്റ്. അപ്പം മോസസ് ഇസ് ദ മീഡിയേറ്റർ, സീനായ് ഇസ് ദ മൗണ്ട് ആൻഡ് ദ കമാൻഡ്മെൻറ്റ്സ് ഇസ് ദ സൈൻ. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യോശുവയുടെ നേതൃത്വത്തിൽ അവർ വാഗ്ദാന ദേശത്തേക്ക് എത്തുന്നു. കാനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവർ ദേ ബിക്കം എ ബിഗ് നേഷൻ ദെയർ. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഡേവിഡ് ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ കിങ് ആൻഡ് ഗോഡ് എസ്റ്റാബ്ലിഷസ് ദി ഫൈനൽ കവനൻറ്റ്. ഡേവിഡിൻ്റെ ഫൈനൽ ഈശോയിലേക്ക് എത്തുന്നതിന് മുമ്പ് ദാവീദിൻ്റെ പുത്രനിലൂടെ ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവം ചെയ്യുന്ന ആ കവനൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ്സ് ഓൺ മൗണ്ട് സയൺ. ഡേവിഡ് ഇസ് ദ മീഡിയേറ്റർ ആൻഡ് ഡേവിഡിൻ്റെ പുത്രനായ സോളമൻ വിൽ ബിൽഡ് ദ ടെമ്പിൾ ആൻഡ് ദാറ്റ് ബിക്കംസ് ദി sign of that covenant. Finally, when it comes to Jesus, the final covenant is established. Jesus is the eternal mediator between God and man, and that covenant is established on the Mount Calvary, and cross is the sign of that covenant. So, the salvific plan of God starting from Adam is fulfilled in Jesus and salvation is accomplished. ഇത് മുഴുവനും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം.
അപ്പോൾ ഈ ഹോളി ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു പിക്ചർ നമുക്കുണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഫുൾ ബൈബിൾ വായിക്കാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, 73 ബുക്സ്. സോ ഐ വിൽ ബി ഗിവിങ് യു എ ടിപ്പ് ആൻഡ് ഐ വിൽ സെലക്ട് എ ഫ്യൂ ബുക്സ് ഫ്രം ദിസ് and which will make it very easy for you to cover the entire story of the Bible, the narrative of the Bible. You will get it very easily if you follow a few books in this Bible, maybe 14 or 15 books. നമ്മൾ കണ്ടിരുന്നു ബൈബിളിലെ ഉടമ്പടികളെ പറ്റി അല്ലേ, how God establishes his covenant at certain places. He chooses certain persons for that and he gives a sign for that covenant. അപ്പോൾ അങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ബൈബിൾ ടോട്ടലായിട്ട് നമുക്കറിയാം കാത്തലിക് ബൈബിളിൻ്റെ അകത്ത് 73 ബുക്സ് ഉണ്ട്, 46 ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ആൻഡ് 27 ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ബൈബിളൊക്കെ വായിക്കണമെന്ന് വിചാരിച്ച് ഒരു റെസൊല്യൂഷനൊക്കെ എടുക്കും അല്ലേ. നമ്മളെല്ലാം പ്രത്യേകിച്ച് ജാനുവരി 1, 2020, 2021 അങ്ങനെ ജാനുവരി 1 ഒത്തിരി വന്നുപോയി. പക്ഷേ നമ്മുടെ ബൈബിൾ റീഡിങ് എവിടെ എത്തിയില്ല. മോസ്റ്റ് പ്രോബ്ലി എന്താ പറ്റുന്നത്, വി ഓൾ സ്റ്റാർട്ട് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ. നമ്മൾ വിചാരിക്കും ഓക്കെ അടുത്ത ഒരു കൊല്ലം കൊണ്ട് ഞാൻ ബൈബിൾ മുഴുവനും വായിക്കും. വി സ്റ്റാർട്ട് ഓഫ് വെൽ വിത്ത് ജെനസിസ്, ഭയങ്കര ആവേശമാണ്. എക്സോഡസ് എത്തുമ്പോൾ പിന്നെ ആവേശം കൂടി. പിന്നെ എക്സോഡസ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊരു ലള്ള് വരും. എവിടെയാണ്, അടുത്തതിലേക്ക് വരുമ്പം നമ്പേഴ്സ് വരെ നമ്മൾ ഒരു കണക്കിന് എത്തിപ്പിടിക്കും. ലെവിറ്റിക്കസ്, ലേവ്യരുടെ പുസ്തകം വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ബോറടിയാവും. അവിടെ വെച്ച് നമ്മുടെ ബൈബിൾ റീഡിങ് നിൽക്കും. ഡ്യൂട്ടറോണമി ഒരു കണക്കിന് കയറി പിടിച്ചു കഴിഞ്ഞാൽ അതോടെ തീരും നമ്മുടെ ബൈബിളിൻ്റെ മുമ്പോട്ടുള്ള യാത്ര. സോ this time uncle is going to give you a very easy way to get the full narrative of Bible. നമ്മൾ ബൈബിളിനെ പറ്റി വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കയ്യിലുള്ള ഈ ബൈബിൾ, this Bible, the Catholic Bible is not written in a chronological order. എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് ഓരോ ഇവൻറ്റ്സും കറക്റ്റായിട്ട് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ബൈബിൾ is divided into 4 or 5 parts. this Catholic Bible, അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇറ്റ് ഇസ് കോൾഡ് as the book of the law. പിന്നെ എന്താണ്, then we have the history books. അതാണ് ക്രോണിക്കിൾസ്, ജഡ്ജസ്, അങ്ങനെ വരുന്ന എല്ലാ ബുക്സ്, ചരിത്രത്തിലെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ. പിന്നെ വി ഹാവ് ദ ബുക്ക് ഓഫ് വിസ്ഡം ആൻഡ് പോയട്രി, അതാണ് സങ്കീർത്തനങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകമൊക്കെ. പിന്നെ നമുക്ക് കാണാം ദർ ആർ ദ പ്രോഫിറ്റ്സ്, വി ഹാവ് ദ മേജർ പ്രോഫിറ്റ്സ് ആൻഡ് ദ മൈനർ പ്രോഫിറ്റ്സ്. ദെൻ വി കം ടു ദ ഗോസ്പെൽസ്, ദെൻ വി ഹാവ് ദ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ആൻഡ് ദ എപ്പിസൽസ്. ഫൈനലി വി ഹാവ് ദ റെവലേഷൻ. അപ്പോൾ അതൊരിക്കലും ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിൾ വായിക്കുമ്പം ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഈ ബൈബിളിൻ്റെ നാരറ്റീവ് മിസ്സാവും. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് ശരിക്കും ആ ത്രെഡ് എന്താണെന്ന് മനസ്സിലാവില്ല. സോ ടു നോ ദ നാരറ്റീവ് ഓഫ് ദ ബൈബിൾ ഐ വിൽ ഗിവ് യു എ ഫ്യൂ ബുക്സ് വിച്ച് യു ഹാവ് ടു ലേൺ ആൻഡ് ഇഫ് യു സ്റ്റാർട്ട് റീഡിങ് ദം നിങ്ങൾക്ക് ആ ബൈബിളിലെ മുഴുവനും പിക്ചർ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ വിച്ച് ആർ ദോസ് 14 to 15 books that you're going to learn so that you will get to know the Bible in its entirety? ഞങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം യുവർ ബൈബിൾ റീഡിങ്. നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 73 പുസ്തകങ്ങളൊക്കെ വായിച്ച് തീർക്കാൻ നിങ്ങൾക്ക് ഒത്തിരി സമയമെടുക്കും. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുക 1-2 ആഴ്ച കഴിയുമ്പോൾ. പക്ഷേ അങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ 15 പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബൈബിളിൻ്റെ എൻറ്റയർ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള പുസ്തകങ്ങൾ എവിടെയൊക്കെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങൾ പറഞ്ഞു തരാം. അതിൻ്റെ ഇടയിലുള്ള ബാക്കി പുസ്തകങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ അതിനൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ദ മെയിൻ നറേറ്റീവ് ഓഫ് ദ ബൈബിൾ ഇസ് ഗിവൺ ഇൻ ദീസ് 15 ബുക്സ്. അത് അവസാനത്തെ വരുമ്പം റെവലേഷനിൽ വരുമ്പോൾ നമ്മൾ ഇനി ഈശോയുടെ 2ാം വരവിനായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ പിക്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഐ എം ഗോയിങ് ടു ഗിവ് യു എ ന്യൂ ടൂൾ, എ ന്യൂ വേ ഇൻ വിച്ച് യു ക്യാൻ റീഡ് ദ ബൈബിൾ ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി without losing the narrative. Okay, so I will explain it to you how you have to go about it. Okay, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 15 പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Those 14 books plus Revelation which will give you the full narrative of the Holy Bible, both from the Old Testament and from the New Testament. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Starting with Genesis. The first book is Genesis, the creation and all what God did in his first creation. It is all revealed well in Genesis. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് നോവ, എബ്രഹാം, അവരൊക്കെ ജെനസിസിലാണ് വരുന്നത്. ആ എബ്രഹാമായിട്ടുള്ള കവനൻ്റൊക്കെ ദൈവം ചെയ്യുന്നത് ജെനസിസ് നമ്മൾ മുഴുവനായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മുഴുവനും മനസ്സിലാവും. ദെൻ ദ സെക്കൻഡ് ബുക്ക് വിച്ച് യു ഹാവ് ടു റീഡ് ഈസ് എക്സഡസ്. അത് മോശയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തിനെ മുഴുവനും ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മോസസ് ലീഡ്സ് ദം ത്രൂ ദ ഡെസേർട്ട് ആൻഡ് ബ്രിങ്സ് ദം ടു ദ ഫുട്ട് ഓഫ് ദ പ്രോമിസ്ഡ് ലാൻഡ്. അവിടെ വരെ എത്തുമ്പോൾ നമ്മൾ എക്സഡസ് കഴിയുന്നു.
പിന്നെ നമ്മൾ നമ്പേഴ്സിലേക്ക് വരുമ്പം നമ്മൾ കാണുന്നുണ്ട് ഈ കാനാൻ ദേശം കീഴടക്കാനായിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാടാണ്. അവരതിനുള്ളൊരു പ്രിപ്പറേഷനൊക്കെ നടത്തുന്നു. അവരതിൻ്റെ അകത്ത് ഡെസേർട്ട് ജേർണീനെ പറ്റിയിട്ടുള്ളൊരു നെറേറ്റീവൊക്കെ ഉണ്ട്. മന്നായൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെ. ആൻഡ് ദാറ്റ് ഗിവ്സ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ജേർണി ഓഫ് ദ ഇസ്രായേലൈറ്റ്സ് ത്രൂ ദ ഡെസേർട്ട്. പിന്നെ നമ്മൾ കാണുന്നതാണ് ദ ബുക്ക് ഓഫ് ജോഷുവ, വേർ ദ എൻറ്റർ ദി പ്രോമിസ് ലാൻഡ്, അല്ലേ? ജെറീക്കോ കോട്ടയൊക്കെ തകർത്ത് അകത്ത് കിടക്കുന്ന കഥയൊക്കെ നിങ്ങൾ വായിച്ച് കേട്ടിട്ടില്ലേ? അതൊക്കെ ജോഷുവയിലാണ് വരിക. പിന്നെ നമ്മൾ കാണുന്നത് ദ ബുക്ക് ഓഫ് ജഡ്ജസ്, അതായത് 10 ന്യായാധിപന്മാരെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുന്നത്. ഏത്? അവർ കാനാൻ ദേശം കീഴടക്കിയ ശേഷം അവിടെയുള്ള അവരുടെ വെയർ അബൌട്ട്സൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ദ ജഡ്ജസ്. ജഡ്ജസ് കഴിഞ്ഞിട്ട് കാണുന്നതാണ് 1 and 2 സാമുവേൽ. അത് 2 പുസ്തകങ്ങളാണ്. അപ്പം 1 and 2 സാമുവേൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം സാമുവേൽ പ്രവാചകനെ ഇസ്രായേലിന് നൽകുന്നു. ആ സമയത്താണ് ഇസ്രായേൽ ജനം അവർക്കൊരു രാജാവ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മുറവിളിയൊക്കെ ഉണ്ടാക്കുന്നു. ആൻഡ് ഗോഡ് ഗിവ്സ് ദം സൗൾ ആസ് ദെയർ ഫസ്റ്റ് കിങ്. സൗൾ കഴിഞ്ഞ് വരുന്ന രാജാവാണ് ആര്? ദാവീദ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കവനൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ജനസിസ് ആകുമ്പോൾ നമ്മൾ കാണുന്ന ആരൊക്കെയാണ്? ആഡമായിട്ടുള്ള കവനൻറ്റ്, നോയായിട്ടുള്ള കവനൻറ്റ്, ഏബ്രഹാമായിട്ടുള്ള കവനൻറ്റ്. എക്സോഡസിലേക്ക് വരുമ്പോൾ വി സി ദ കവനൻറ്റ് വിത്ത് മോസസ്. നമ്പേഴ്സ് കഴിഞ്ഞ് താഴെ വന്ന് ജഡ്ജസ് കഴിഞ്ഞ് സാമുവേലിലേക്ക് വരുമ്പോൾ നമ്മൾ ദാവീദുമായിട്ടുള്ള കവനൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് 1 and 2 കിങ്സ്, രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ദാവീദ്, സോളമൻ, പിന്നെ താഴോട്ടുള്ള അവരുടെ വലിയൊരു സന്തതി പരമ്പര തന്നെ കാണുന്നുണ്ട്. നമ്മളവിടെ ഇസ്രായേൽ 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു, നോർത്തേൺ പാർട്ട് ആൻഡ് ദ സദേൺ പാർട്ട്. പിന്നെ 2 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ അത് കിങ്ഡം ഡിവൈഡ് ചെയ്യപ്പെടുന്നു. പിന്നെ അത് ശിഥിലമാക്കപ്പെടുന്നു. അതൊക്കെ നമ്മൾ ഈ കിങ്സിൽ നമ്മൾ വായിക്കും. ദെൻ ദേ ആർ ടേക്കൺ ക്യാപ്റ്റീവ് ബൈ ദ ബാബിലോൺ. അവസാനം എത്തുമ്പോഴത്തേക്കും ബാബിലോൺ രാജാവ് വന്ന് അവരെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ദേ ഗോ ഇൻ ടു എക്സൈൽ ടു ബാബിലോൺ. അവിടേക്കാണ് ദാനിയേലിൻ്റെയൊക്കെ പുസ്തകം നമ്മൾ വായിക്കുന്നില്ലേ? അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എസ്ര ആൻഡ് നെഹമിയാൽ വരുമ്പം ദേ ആർ കമ്മിങ് ബാക്ക് ആൻഡ് റീ എസ്റ്റാബ്ലിഷിംഗ് ദെയർ കിങ്ഡം ഇൻ ദ പ്രോമിസ് ലാൻഡ്. അങ്ങനെ വി സീ ദ ബുക്ക് ഓഫ് എസ്ര ആൻഡ് നെഹമിയ. ആൻഡ് ബൈ ദ ടൈം ഇറ്റ് ബിക്കംസ് മക്കബീസ് 1 വായിക്കുമ്പോൾ നമുക്ക് അത് മക്കബിയൻ റിവോൾട്ട്, അവിടെയാണ് ഈശോ വരുന്നതിന് മുമ്പുള്ള ഭാഗങ്ങൾ വരെ നമ്മൾ ഇവിടെയാണ് കാണുന്നത്. ആൻഡ് ദെൻ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദി മെസ്സയ ടു കം. ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ഹോൾ തിങ് ഹാപ്പൻസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. മക്കബീസ് കഴിഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ 4 ഗോസ്പെൽസാണ് നമുക്കുള്ളത്, അല്ലേ? വി ഹാവ് 4 ഗോസ്പെൽസ്: മാർക്ക്, മാത്യു, ലൂക്ക് ആൻഡ് ജോൺ. സ്റ്റാർട്ട് ചെയ്യുന്ന മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ. ആദ്യത്തെ 3 ദേ ആർ കോൾഡ് ആസ് ദ സിനോപ്റ്റിക് ഗോസ്പെൽസ്, അല്ലേ? സിനോപ്റ്റിക് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ സെയിം വ്യൂ എബൌട്ട് ആൻ ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൻഡ്. അതെന്താണ്? അത് ക്രിസ്തു സംഭവമാണ്. യേശുവിനെ പറ്റിയിട്ടുള്ള ഒരേ കാഴ്ചപ്പാട് 3 ഓതേഴ്സ് എഴുതിയിരിക്കുന്നതാണ്. അതാണ് അതിലെ ഒരെണ്ണം മാത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ നെറേറ്റീവ് കിട്ടും. യേശുവിനെ പറ്റിയിട്ടുള്ള ഫുൾ ഇത് മാതാവ് ഗർഭം ധരിക്കുന്നു, സ്നാപയോഹന്നാൻ വന്ന് ഈശോനെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു, ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ഈശോ പെസഹ ആചരിക്കുന്നു, ഈശോ കുരിശിൽ മരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണ് ദ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം സഭ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. പെന്തക്കോസ്താ ദിനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സ്ലീഹന്മാരെ സഭയായിട്ട് ഫോം ചെയ്തിട്ടാണ് ആക്സിലെത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ദെൻ ഇറ്റ് ബിക്കംസ് ദ യൂണിവേഴ്സൽ ചർച്ച്. ആൻഡ് ഫൈനലി ഈ റെവലേഷനോട് വായിച്ചാലേ നമുക്ക് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസിൻ്റെ ആ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എസ്പെഷ്യലി ദ ടൈംസ് ദറ്റ് വി ആർ ഇൻ നൗ. നമ്മൾ എപ്പോഴും വേണമെങ്കിലും അതിനുവേണ്ടി പ്രതീക്ഷിക്കണം. കാരണം എന്താണ്? ദ ടൈംസ് നമ്മൾ ഈ അടയാളങ്ങളും ഇതൊക്കെ കാണുമ്പോഴും സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻ ദ വേൾഡ് വിച്ച് ഇസ് ഹാപ്പനിങ്, മഹാമാരികൾ, വെള്ളപ്പൊക്കങ്ങൾ, യുദ്ധങ്ങൾ, പറഞ്ഞ പോലെ തിന്മയുടെ സ്വാധീനങ്ങൾ വളരെ പ്രബലപ്പെടുന്ന ഈ സമയത്ത് നമ്മൾ റെവലേഷൻസ് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും വാട്ട് ജീസസ് ഹസ് ടോൾഡ് ബിഫോർ ഹിസ് സെക്കൻഡ് കമ്മിങ് ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ഹിസ് സെക്കൻഡ് കമ്മിങ്. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ ഫെയ്ത്ത് ജീവിക്കുകയല്ല, വി ആർ എക്സ്പെക്റ്റിംഗ് ദ റിട്ടേൺ ഓഫ് ജീസസ്, അല്ലേ? നമ്മൾ ഈശോ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ നിങ്ങൾ കണ്ടില്ലേ? ഈശോ അവസാനം ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ഈശോയുടെ ഇത് അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഷോസ് ദാറ്റ് ഹീ ഈസ് കമ്മിങ് ബാക്ക്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ദ സാൽവേഷൻ ഓഫ് മാൻകൈൻഡ് ത്രൂ ജീസസിൻ്റെ ഫുൾനെസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഈ 14 + 1 15 പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ബൈബിളിൻ്റെ ഹോൾ നെറേറ്റീവ് നിങ്ങൾക്ക് പിടികിട്ടും. So this will be your next task for the next 1 year. Uncle is giving you a challenge. If you start from today, starting with Genesis, and follow these 14 books, 15 books, and you will be able to know the full narrative of Bible, and which will give you a big impetus into the life in faith.
Okay? So I urge all of you to go forward with this and God will definitely bless you. കാരണം നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ആരെ പറ്റി അറിയുന്നത്? ഈശോനെ പറ്റിയിട്ടാണ് അറിയുന്നത്. വചനം എന്താണ്? വചനം ആത്മാവും ജീവനുമാണ്. വചനത്തെ പറ്റിയിട്ടുള്ള ഒത്തിരി വേർഡ് ഓഫ് ഗോഡ് നമ്മളുണ്ട്. ഇന്നത്തെ വോഗയിലൊക്കെ നമ്മളതൊക്കെ പഠിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ മെമ്മറൈസ് ചെയ്ത് ഈ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും അറിയണം, അത് വായിക്കണം, പഠിക്കണം, നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ? സോ ഗോഡ് ബ്ലെസ് യു ഓൾ. ആൻഡ് വേറൊരു എപ്പിസോഡിൽ അങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ അങ്ങളൊരു ബൈബിൾ സ്റ്റഡി പോലെ നിങ്ങൾക്ക് പറ്റുന്നുള്ള രീതിയിൽ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ബുക്സും എടുത്തിട്ട് അങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ? സോ ടിൽ ദെൻ ഗോഡ് ബ്ലെസ് യു ഓൾ. Questions for this week. First question. How many covenants did God make with mankind? What are they? Question 2. How many books are there in the Old Testament of Catholic Bible? Name 12 of them. Question 3. How many books are there in the New Testament? Who wrote the 3 synoptic gospels? Question 4. Which is the longest chapter in the Bible? How many verses does it have? Question 5. Name the mounts on which the covenants were made. Name the mediator and the sign of the covenants. For example, Mount Sinai, Moses, the 10 Commandments. ഹായ് ഫ്രണ്ട്സ്, ഈ വീക്കിലത്തെ വോഗയാണ് മാർക്കോസ് 12:24. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്? ഇനി നമ്മൾക്ക് ആക്ഷനിൽ ചെയ്യാം. മാർക്കോസ് 12:24. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്? ഇനി നമ്മൾക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. മാർക്കോസ് 12:24. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്? താങ്ക് യു. കൂട്ടുകാരെ, ഈ ജൂൺ 3-ാം തീയതി നിങ്ങൾക്കെല്ലാവരും അറിയുന്നത് പോലെ നമ്മൾ കത്തോലിക്ക സഭ കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. കാലാകാലങ്ങളിൽ നമ്മുടെ തിരുസഭയിൽ ചില തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല തിരുനാളുകൾ. നമ്മൾ ഈശോയുടെ ജനന തിരുനാളാണ് ക്രിസ്മസ്, ഈശോയുടെ ഉയർപ്പ് തിരുനാളാണ് ഈസ്റ്റർ, പിന്നെ നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു, പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചു. അങ്ങനെ സഭയിൽ അനേകം തിരുനാളുകളുണ്ട്. ഇതുകൂടാതെ മാതാവിൻ്റെ അമലോത്ഭവം, മാതാവിൻ്റെ സ്വർഗാരോഹണം, ഇതൊക്കെ നമ്മൾ തിരുനാളുകളായിട്ട് ആഘോഷിക്കാറുണ്ട്. എന്തിനാണ് സഭയിൽ ഇങ്ങനെ തിരുനാളുകൾ ആഘോഷിക്കുന്നത്? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അത് ഓരോ കാലഘട്ടങ്ങളിലും ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെയും ഈശോയുടെ രക്ഷാകര മിസ്റ്ററി, ആ ദിവ്യരഹസ്യങ്ങളുടെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ ക്ഷയിക്കുകയോ വിശ്വാസം ദുർബലപ്പെടുകയോ ചെയ്യുമ്പോൾ ഈശോ പ്രത്യേകമായിട്ട് ഓരോ വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരെ ഓർമ്മപ്പെടുത്തും. എൻ്റെ ഈ ഒരു ഓർമ്മയെപ്പറ്റി, എൻ്റെ തിരുഹൃദയത്തെപ്പറ്റി. നമുക്കറിയാം, അടുത്ത ആഴ്ച നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിലെ അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ ഈശോയുടെ ആ ഹൃദയത്തിൻ്റെ ഇടുപ്പിൻ്റെ ആ ഒരു സ്പന്ദനങ്ങളൊന്നും മനസ്സിലാക്കാതെ വിശ്വാസികൾ അതിൽ നിന്നൊക്കെ മാറിപ്പോകുമ്പോൾ ഈശോ ഓരോ കാലഘട്ടങ്ങളിലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അത് സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും അത് തിരുനാളുകളായിട്ട് മാർപ്പാപ്പ പ്രഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഒഫീഷ്യലായിട്ട് ഫീസ്റ്റ് ആകുന്നത്. അങ്ങനെയുള്ളൊരു ഫീസ്റ്റാണ് കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്നത്. ഈ ഒരു തിരുനാൾ ആദ്യമേ ഈശോ വെളിപ്പെടുത്തിയത് ജൂലിയാന എന്ന് പറയുന്ന ഒരു വിശുദ്ധയ്ക്കാണ്. 1200കളിലൊക്കെ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. ആ വിശുദ്ധയ്ക്ക് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ വ്യക്തിപരമായിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തി. ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ ദിവ്യകാരുണ്യം, അതായത് ദ മോസ്റ്റ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് ഓഫ് ദ ഓൾട്ടർ, അതിനെപ്പറ്റിയുള്ള ഒരു ഫീസ്റ്റ് സഭയിൽ ആഘോഷപരമായി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എക്സാക്ട് വേർഡ്സ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ദ ഫീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹോളി സാക്രമെൻറ്റ് ഓഫ് ദ ഓൾട്ടർ is presently celebrated on the Holy Thursday. But that day,
my suffering and death are the principal objects of consideration. Therefore, I desire another day to be set apart, which shall be celebrated by the whole of Christendom. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈശോ പറയുകയാണ്, ആ കാലഘട്ടങ്ങളിൽ ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് പെസഹ വ്യാഴാഴ്ചയാണ്. പക്ഷേ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, പെസഹ വ്യാഴാഴ്ച നമ്മൾ കൂടുതലായിട്ടും ഈശോയുടെ പീഡാസഹനത്തെയും ഈശോയുടെ മരണത്തെപ്പറ്റിയും ബലിയെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ധ്യാനിക്കാറ്. അപ്പോൾ ഈശോ പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ഓർമ്മയ്ക്ക് പ്രത്യേകമാം വിധം ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്ത് മാറ്റിവെച്ച് അത് ആഗോള സഭ മുഴുവനും ഒരു ആഘോഷമായ ഒരു തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് ഈ തിരുനാളിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ വെളിപ്പെടുത്തലുകൾ കിട്ടുന്നത്. ഇത് വിശുദ്ധ ജൂലിയാന കുറേ നാൾ മനസ്സിൽ കൊണ്ടു നടന്നു. എന്താണെന്ന് അറിഞ്ഞില്ല. ഒരു വെളിപ്പെടുത്തൽ കിട്ടിയത് ഒരു പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു, ഒരു വട്ടത്തിലുള്ളൊരു ചന്ദ്രൻ, അതിൻ്റെ നടുക്കൊരു ഡോട്ട്, അതാണ് വെളിപ്പെടുത്തൽ കിട്ടിയത്. പക്ഷേ അന്നത് മനസ്സിലായില്ലായിരുന്നു. പിന്നീട് ജൂലിയാന ഇത് ഒരു വൈദികൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുകയും അദ്ദേഹത്തോട് ഇത് കൺഫെസ് ചെയ്യുകയും ചെയ്തു. ആ വൈദികൻ്റെ പേര് ജാക്കസ് പാന്റലിയോൺ എന്നാണ്. ആ വൈദികൻ അത് ഒഫീഷ്യലായിട്ട് അത് അംഗീകരിച്ചു. ആ ഒരു അപ്പാരിഷൻ അത് ശരിയാണെന്ന് വെച്ചു. പിന്നീട് അത് സഭയുടെ ഔദ്യോഗികമായ ഒരു തിരുനാൾ കൂടിയായിട്ട് ആഘോഷിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആരാണ് ആ വൈദികൻ എന്നറിയില്ലേ? അദ്ദേഹത്തിൻ്റെ പേര് ജാക്കസ് പാന്റലിയോൺ എന്ന ആദ്യമായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം അർബൻ 4 എന്ന മാർപ്പാപ്പയായിട്ട് സ്ഥാനാരോഹണം ചെയ്തു. അപ്പോൾ അർബൻ 4 എന്നുള്ള മാർപ്പാപ്പ ഈ ഒരു കോർപ്പസ് ക്രിസ്റ്റി എന്നുള്ളൊരു തിരുനാൾ 1264 ദ ഹോളി ട്രിനിറ്റിയുടെ സൺഡേ, നമുക്കറിയാം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന, പെന്തക്കൊസ്ത കഴിഞ്ഞ് വരുന്ന ആ ഒരു സൺഡേ ആണ് ദ ഫീസ്റ്റ് ഓഫ് ദ ഹോളി ട്രിനിറ്റി. അത് കഴിഞ്ഞ് വരുന്ന തേഴ്സ്ഡേ കോർപ്പസ് ക്രിസ്റ്റി ആയിട്ട് ആഗോള സഭ ആഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഒരു തിരുനാൾ സഭയിൽ സ്ഥാപിതമായത്. അപ്പോൾ അതാണ് അതിൻ്റെ ചരിത്രം. ഇനി എന്തിനാണ് ഈ ഒരു തിരുനാൾ ഈശോ ഇങ്ങനെ ആഘോഷിക്കപ്പെടണമെന്ന് ആഹ്വാനം ചെയ്തത്? അതിന് 3 കാരണങ്ങളാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അതിലാദ്യത്തേത്, ടു പ്രിസർവ് ദ ഫെയ്ത്ത് ഇൻ ദ ഫേസ് ഓഫ് കമ്മിങ് അറ്റാക്സ് ഓൺ ദിസ് മിസ്റ്ററി. അതായത് ഈ ഒരു വലിയ ദിവ്യരഹസ്യത്തിനെതിരായിട്ടുള്ള പല ആരോപണങ്ങളും പല സംശയങ്ങളുമൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് മുൻകൂട്ടി ഇങ്ങനെ ഒരു തിരുനാൾ സ്ഥാപിക്കുവാൻ ഈശോ ആഹ്വാനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിനെന്ത് വലിയ പ്രസക്തിയുണ്ട്. നമ്മളൊക്കെ വീട്ടിലാണ്, ക്വാറന്റൈനിലാണ്, നമുക്ക് ദേവാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ ദിവ്യകാരുണ്യത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടങ്ങളിലും ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഈ ഒരു തിരുനാളിനെ പറ്റി കൂടുതൽ ധ്യാനിക്കുകയും ഈശോയുടെ തിരുശരീര രക്തങ്ങളെപ്പറ്റി കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള തിരുനാളുകൾ ആഘോഷിക്കപ്പെടുവാനായിട്ട് ഈശോ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം പറയുന്നത്, ടു സ്ട്രെങ്തൻ ദ ഫെയ്ത്ത്ഫുൾ ഇൻ ദെയർ പാത്ത് ടു വെർച്യു. നമുക്കുള്ള പരിപോഷണമാണിത്. ഇത് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കൂദാശയാണിത്. അപ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ കൂദാശകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ ധ്യാനിക്കുകയും അതിനുവേണ്ടി നമ്മൾ സമയം നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പുണ്യപൂർണ്ണതയിലേക്കുള്ള ഉറപ്പുള്ള ഒരു പരിപോഷണമാണിത്. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ടു മേക്ക് റെപ്പറേഷൻ ടു ക്രൈസ്റ്റ് അവർ ലോർഡ് ഫോർ ഇൻസൾട്ട്സ്, ബ്ലാസ്ഫമീസ് ആൻഡ് സാക്രിലേജസ് ദാറ്റ് ഒക്കർ അഗെയിൻസ്റ്റ് ദ മോസ്റ്റ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് ഓഫ് ദ ഓൾട്ടർ. അപ്പോൾ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു ഈശോ ദിവ്യകാരുണ്യത്തിൽ എഴുതിയിരിക്കുന്ന ഈശോനെയും ഈവൻ വിശുദ്ധ കുർബാനകൾ വരെ അവഹേളിക്കപ്പെടുകയാണ്. പല രീതിയിൽ അതിനെ കളിയാക്കുന്നു, അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്, ഇതെങ്ങനെയാണ് ഈശോയുടെ ശരീരമാകുന്നത്, അതുകൂടാതെ ബാക്കിയുള്ള കുറേ സൈറ്റനിക് വേർഷിപ്പ്സ് അങ്ങനെ പോകുന്നു, അതിനെ അവഹേളിക്കുന്നു. ഇങ്ങനെ ഒത്തിരി സാക്രിലേജസ് അഗെയിൻസ്റ്റ് ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ് നടക്കുന്നുണ്ട്. അതിനുള്ളൊരു റിപ്പറേഷൻ കൂടിയാണ് ആഗോള സഭയിൽ നമ്മളെല്ലാവരും വിശ്വാസികൾ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അതിനെ ആരാധിക്കുകയും അതിനെ വണങ്ങുകയും ഈ തിരുനാൾ നമ്മൾ സാഘോഷം കൊണ്ടാടുകയും ചെയ്യുമ്പോൾ ഈ ചെയ്യപ്പെടുന്ന എല്ലാ അവഹേളനങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഇങ്ങനെ 3 കാരണങ്ങൾക്കാണ് ഈ ഒരു തിരുനാൾ ആഘോഷിക്കുവാൻ ഈശോ വിശുദ്ധ ജൂലിയാനോട് ആഹ്വാനം ചെയ്തത്. 1264 തൊട്ട് ഇത് സഭയിൽ ഔദ്യോഗികമായിട്ട് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്തു വരുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഇത് നമുക്ക് ചുരുക്കാം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞുപോയി, പല തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഈശോയുടെ ജനന തിരുനാൾ ക്രിസ്മസ്,
ഈശോയുടെ പീഡാസഹനവും ഇതൊക്കെ ദുഃഖവെള്ളി, ഈശോയുടെ ഉയർപ്പ് ഈസ്റ്റർ, പിന്നെ ഈശോയുടെ സ്വർഗാരോഹണം എസെൻഷൻ, അങ്ങനെ ഒത്തിരി തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ആ തിരുനാളുകളൊക്കെ എന്തിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? 2000 വർഷം മുമ്പ് ഈശോ നസറത്തിൽ ബെത്ലഹേമിൽ ജനിച്ച ആ ഒരു ഓർമ്മയാണ് ഈശോയുടെ ജനന തിരുനാളായ ക്രിസ്മസ്. ഈശോ 2000 വർഷം മുമ്പ് കാൽവരിയിൽ ബലിയർപ്പിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്ത ആ ദിവസമാണ് ദുഃഖവെള്ളി. ഈശോ 2000 വർഷം മുമ്പ് ഉയർത്തെഴുന്നേറ്റ ആ ഞായറാണ് ഈസ്റ്റർ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. ഈശോ പിന്നെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി 40 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയതാണ് സ്വർഗാരോഹണ തിരുനാൾ. ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈശോയുടെ മനുഷ്യാവതാര സമയത്ത് നടന്ന ഓർമ്മേനെ പുതുക്കലാണ്. എന്നാൽ ഈ കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളിൽ സന്നിഹിതനാകുന്ന ഈശോയുടെ ജീവിക്കുന്ന ശരീരവും രക്തവും ആ ഒരു ബലിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു തിരുനാളാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഞാനും നിങ്ങളും എല്ലാ ദിവസവും പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകളിൽ സജീവമായി സന്നിഹിതനാകുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങളെ ഓർമ്മിക്കുന്ന ഒരു തിരുനാളാണിത്. അപ്പോൾ ഇതിന് കാലികമായിട്ടുള്ള വലിയ പ്രസക്തിയുണ്ട്. നമ്മളെല്ലാ ദിവസവും, നിങ്ങളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ചവരല്ലേ? ഇപ്പോൾ ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ സ്പിരിച്വൽ കമ്മ്യൂണിയൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോഴും ഈശോ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതാണ്. നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ സ്പിരിച്വൽ കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഈശോയുടെ ശരിക്കുമുള്ള ആ ശരീരം മാംസരക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അവൻ്റെ രക്ഷാകരമായ ആ ഒരു ബലിയിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാകുകയും ചെയ്യുന്നു. ഇന്നറിയാവുന്നതുപോലെ ഇന്ന് നമുക്കറിയാമല്ലോ, സഭയിൽ ഓൾമോസ്റ്റ് 5 ലക്ഷം വൈദികരുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവർ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം 5 ലക്ഷം വൈദികർ ബലിയർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും 3-4 ബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സജീവമായിട്ടുള്ളൊരു ബലിയുടെ ഓർമ്മ കൂടിയാണ്. അപ്പോൾ ഈ കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഈ തിരുനാളിന് ഇന്ന് വളരെയേറെ പ്രസക്തിയുണ്ട്. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കണം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ കൂടുതൽ ഭക്തിയോടെയും ആഗ്രഹത്തോടെയും വലിയ ഒരു വണക്കത്തോടു കൂടിയും നമ്മൾ വലിയ റെവറൻസോടു കൂടി നമ്മളതിനെ പങ്കെടുക്കണം. അപ്പോൾ ജൂൺ 3-ാം തീയതിത്തെ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ നേരുന്നു. നമ്മൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നമുക്കിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ആരാധിക്കുവാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ ശരീരരക്തങ്ങളോടുള്ള ആ ഒരു വണക്കവും ആരാധനയും നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.